ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? എത്ര പെട്ടെന്നാണ് നമ്മുടെ റമദാൻ മാസമൊക്കെ വന്നു പോയത്. പെരുന്നാളൊക്കെ എല്ലാവരും നല്ല രീതിക്ക് ആഘോഷിച്ചില്ലേ? ഇപ്പോൾ പെരുന്നാൾ പിറ്റേന്ന് നമ്മളൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മഞ്ചേരി കസവ് കേന്ദ്രയ്ക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെരുന്നാൾ പിറ്റേന്ന് ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് എടുക്കാൻ പോയ അതേപോലത്തെ തിരക്ക് തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ വന്നപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് കയറിട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊന്നും ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിയമോൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. പിന്നെ നിയമോക്കാണെങ്കിൽ ഏതിട്ടാലും ചെറുതായിട്ട് ലൂസൊക്കെ ആയിരിക്കും. കാരണം തടി കുറവായതുകൊണ്ട് തന്നെ ഓൾക്ക് മാച്ച് ആയതൊന്നും കിട്ടാൻ പാടാണ് കേട്ടോ. അങ്ങനെ ഗേൾസിനൊക്കെ ഉള്ള എടുത്തു കേട്ടോ. പിന്നെ അതാ സജുവിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ സജുൻ തീനും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ബോയ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഷർട്ടും പാൻറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ സജുവിനാണെങ്കിൽ ഏതെടുത്താലും പറ്റൂല കേട്ടോ. ലാസ്റ്റ് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ടോക്കുമ്പോൾ ഓനും അത് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഷൂ എന്തൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഓടി വരികയാണ്. ഇനിയിപ്പോൾ പാൻറ്റ് എടുക്കണ്ടേ, അപ്പോൾ പിന്നെ ഷൂ ഇട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത പാൻറ്റിൻ്റെ സെക്ഷനിൽ പോയി. അങ്ങനെ അതും എടുത്തു. പിന്നെ നമ്മളിതാ വീണ്ടും എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെയൊക്കെ വന്ന് നോക്കണം കേട്ടോ. നല്ല ഭംഗിയുള്ള ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. ഓഫ് വൈറ്റിലാണ് കേട്ടോ എല്ലാവരും ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് താത്താൻ്റെ മോൾക്കൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഏത് ഡ്രസ്സ് കണ്ടാലും അതൊക്കെ ഇങ്ങനെ നോക്കാൻ തോന്നില്ല. അത് വിചാരിച്ചിട്ട് ഞാനൊന്ന് എല്ലാം കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഉമ്മാക്ക് ഇതാ പർദ്ദ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. ഇതൊക്കെ അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ പർദ്ദ ഏതെടുക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ടായിന് കേട്ടോ. സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. നമ്മുടെ കൈമേലുള്ള വർക്കുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാം നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്. അപ്പോൾ ഒന്നിതാ ഞാനൊന്ന് വെച്ച് വെക്കണം കേട്ടോ. എനിക്കിഷ്ടമായിട്ടുണ്ടായിന് ആ ഒരു പർദ്ദ. അപ്പോൾ താത്താരവിടെ അമ്മക്ക് പർദ്ദ നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാനിവിടെ വന്നിട്ട് ഓരോ പർദ്ദ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ചാവുന്ന രീതിക്ക് ഒരു പർദ്ദ കിട്ടിയിട്ടോ ഉമ്മാക്കും. അങ്ങനെ ഉമ്മാക്ക് അതെടുത്തു. പിന്നെ അതിലേക്ക് ഷാളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് അപ്പാക്കൊരു ഷർട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പാക്ക് പിന്നെ പെട്ടെന്ന് കിട്ടില്ല. നമ്മളെ പെണ്ണുങ്ങളെ പോലെ തിരഞ്ഞ് നടക്കുന്നില്ല. അവരൊന്ന് കണ്ടാൽ പിന്നെ അതന്നെ എടുത്തു പോരും. അങ്ങനെ എല്ലാം സെറ്റാക്കി ബില്ലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഫാൻസിയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഫാൻസിക്ക് വന്നു. അപ്പോൾ അതൊരു 3-3.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിലേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.